ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇത് പാർട്ട് 3 ആണ് കേട്ടോ. മുന്നേ ഇട്ട വീഡിയോസിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇത്. അങ്ങനെ നിസാമുദ്ദീനിലെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അവിടെ എന്തൊക്കെയാണെന്നൊന്ന് അറിയണ്ടേ. അവിടെ ഫുൾ ഇതുപോലെ ഷോപ്പുകളായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഒരു ഗ്ലൗസ് മേടിച്ചു. എനിക്കൊരു ഗ്ലൗസ് മേടിച്ചു. 150 ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ബാർഗെയിൻ ചെയ്ത് 100 എടുത്തു. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹി ഫുള്ള് കറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ. കിട്ടുന്ന ടൈമിന് പോകാൻ പറ്റുന്ന പ്ലേസൊക്കെ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സമയം രാവിലെ 9:30. എനിക്ക് തോന്നുന്നു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലെ തിരക്കായിരിക്കും. അല്ലാണ്ട് പൊതുവേ ഇവിടെ ഇങ്ങനെ ക്രൗഡാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്തതിൻ്റെ ഫ്രണ്ടിലാട്ടോ ഈ സ്ട്രീറ്റ് വരുന്നത്. ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞങ്ങൾ അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്നപ്പോഴും നമുക്ക് മനസ്സിലായത് ഈ ഞങ്ങൾ മലയാളിയാണ്. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് മലയാളികളെ കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഒരു സന്തോഷമാണ്. അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് സംസാരിച്ചിടും. അങ്കിളാ പറഞ്ഞത് അപ്പുറത്തൊരു കേരള ഹോട്ടലുണ്ടെന്ന് വിട്ടാർ. ഇവരുടെ തന്നെ അപ്പുറത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റും, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ കൂടുതൽ പൈസ ചോദിക്കുന്നവരാണ് കേട്ടോ. ഈ പർദ്ദയിട്ട് കുട്ടിയൊക്കെ നാട്ടിലെ ഇതുപോലെ കുറേ പേരുണ്ട്. ഇങ്ങനെ നമ്മൾ പിറകെ നടന്ന് ഓരോന്നും ചോദിക്കും. നമുക്ക് ഇറങ്ങാനുള്ള ടൈമായി. ഞങ്ങളുടെ വണ്ടി ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് യാത്ര തിരിച്ചു. ആ കാണുന്നത് തന്നെ CBI ഓഫീസ് എന്നൊക്കെ ബയ്യ പറയുമായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ലോട്ടസ് ടെമ്പിളാണ് കേട്ടോ. അവിടെ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ അകത്ത് കയറ്റിയത്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം നല്ല പണി കിട്ടിയിട്ടോ. എൻ്റെ സൗണ്ട് പോയി. അതാണ് സൗണ്ട് നല്ല മാറ്റം. ലോട്ടസ് ടെമ്പിളിൽ ടിക്കറ്റ് ഇല്ല കേട്ടോ, ഫ്രീ എൻട്രി ആയിരുന്നു. ചെരുപ്പൊന്നും അകത്തോട്ട് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കവർ അവർ തന്നെ തരും. അതിൽ ചെരുപ്പെല്ലാം ഇട്ട് കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾ അകത്തോട്ട് കടക്കാൻ. ചെരുപ്പില്ലാതെ അകത്ത് കയറുന്ന കൺഫേം ആക്കാൻ സെക്യൂരിറ്റി നിന്ന് എല്ലാവരും ചെക്കൊക്കെ ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി വിടുന്നത്. നമ്മളുടെ ഉള്ളിൽ കയറണമെങ്കിൽ ക്യൂ ഒക്കെ നിന്നോണം കേട്ടോ കയറാൻ. 2-3 എടുത്ത് ഇതുപോലെ ക്യൂ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ലൈനിലും ഞാനായിരുന്നു കേട്ടോ ക്യൂവിൽ ഫസ്റ്റ് വയ്ക്കാൻ. ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ടോക്കൺ നമ്പറൊക്കെ കാണിച്ച് ചെരുപ്പ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ നേരെ പോയത് കുത്തക് മിനാറിലെ ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 35 വെച്ചിട്ടായിരുന്നു ടിക്കറ്റ് റേറ്റ്. ഓൺലൈനാണ് ഞങ്ങൾ എടുത്തത്. അവിടെയും കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ ഫുള്ളൊന്ന് കറങ്ങിക്കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇല്ല ഇവിടെ കൈ വെച്ചാൽ ആ കല്ല് പോയി. വാ വാ, അതിപ്പോ ആൾക്കാരെ കാണാൻ പോടും. അത് പോയി പോട്ട്. സ്ക്യൂറലിൻ്റെ കൂടെയൊക്കെ കുറച്ച് ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് ആയി. ഏകദേശം 2 മണി കഴിഞ്ഞിട്ടോ. അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ടൈം വില്ലനായി. അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നേരെ സരോജിനി മാർക്കറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡൽഹിക്ക് വരാൻ തന്നെ കാര്യം മണാലിയാണ് കേട്ടോ. ഇവിടെ നേരെ നമ്മൾ മണാലിക്കാണ് പോണത്. അതിൻ്റെ പർച്ചേസിങ് ഫുള്ള് ഡൽഹിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഷടപടയെന്നായിരുന്നു കേട്ടോ. ഒന്നിനും ടൈം കിട്ടില്ല വീഡിയോസ് എടുക്കാനോ. ഫുഡ് നമ്മൾ അന്നത്തെ ദിവസം ഫുഡ് കഴിച്ചതില്ല കേട്ടോ. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, രാത്രിയും ഫുഡ് കഴിച്ചില്ല. സരോജിനി മാർക്കറ്റിൽ പോയി മേടിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ബയ്യ പറഞ്ഞു സരോജിനി മാർക്കറ്റിൻ്റെ കാലം നിങ്ങൾ ജമാ മസ്ജിദിൽ കൊണ്ടുപോകാം, അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ സരോജിനി മാർക്കറ്റിൽ കയറി ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. പാക്കേജ് പറഞ്ഞ ടൈം കഴിഞ്ഞു, അതുകൊണ്ട് എല്ലാം ഷടപടയെന്നായിരുന്നു കേട്ടോ. ഇയാൾ തന്നെ നമുക്ക് ജമാ മസ്ജിദിൽ കൊണ്ടുപോയി നമുക്ക് അത്യാവശ്യമുള്ള ജാക്കറ്റൊക്കെ ഓടുന്നിടന്ന് എല്ലാം എടുത്ത് തന്നു കേട്ടോ. നിങ്ങൾ ജാക്കറ്റൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ജമാ മസ്ജിദ് പോകുന്നതായിരിക്കും ബെറ്റർ. അവിടെ പോയിട്ട് മണാലിക്ക് പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. സരോജിനി മാർക്കറ്റിൽ പോയിട്ട് വലിയ യൂസ് ഇല്ല. നമുക്ക് വിൻ്റർ കളക്ഷൻസ് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ നേരെ ജമാ മസ്ജിദിൽ പോയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നേരെ വന്നത് ഡൽഹിയിലുള്ള കാശ്മീരി ഗേറ്റിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് മണാലി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ബസ് കയറിയാണ് നമ്മൾ മണാലിക്ക് എത്തുന്നത്. നമ്മൾ ചൂസ് ചെയ്ത പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാവേ. ഇവിടുന്ന് 8 മണിക്കാണ് നമ്മുടെ പാക്കേജിലുള്ള ബസ് എത്തുന്നത് മണാലിക്ക് പോകാൻ. അങ്ങനെ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വേണം എത്താനെന്ന്. ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി ഈ ലഗേജ് എല്ലാം കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് ടാസ്ക് അല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ പോയതില്ല. അന്നത്തെ ദിവസം ഫുൾ നമ്മൾ ഡയറ്റ് ആയിരുന്നു കേട്ടോ. ഒരു വക കഴിച്ചിട്ടില്ല. ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മണാലി ഫ്രണ്ട്സ്. ആരെയും മുൻപരിചയമില്ല കേട്ടോ. എല്ലാവരും അവിടെ വന്ന ശേഷം നമ്മൾ പരിചയപ്പെട്ട് കമ്പനിയായത്. കാത്തിരുന്ന് അങ്ങനെ ഞങ്ങൾ ബസ് എത്തിയിട്ടോ. ഇനി അടുത്ത് ഇതിലാണ് നമ്മുടെ നീണ്ട 11 മണിക്കൂറത്തെ യാത്ര. ബസ്സിനുള്ളിൽ ഞങ്ങളുടെ സീറ്റ് നമ്പറും കണ്ടുപിടിച്ച് ഞങ്ങളെ ബസ്സിൽ ഇരിപ്പായി. പോകുന്ന വഴിക്ക് നല്ല തണുപ്പായതുകൊണ്ട് ഇവർ തന്നെ നമുക്ക് ബ്ലാങ്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു നിങ്ങൾ ഏത് പാക്കേജ് എടുത്ത് മണാലിക്ക് പോയെന്ന്. അപ്പോൾ ഞങ്ങളെടുത്ത പാക്കേജ് ഇതായിരുന്നേ. വേൾഡ് ഓഫ് വാണ്ടർലസ്റ്റിൻ്റെ പാക്കേജായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. ഞാൻ പോയ എക്സ്പീരിയൻസ് വെച്ച് പറയാട്ടോ, അടിപൊളി പാക്കേജാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും മണാലിക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടല്ലോ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പാക്കേജ് എടുക്കാം കേട്ടോ. മണാലിയിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോഴേ
എങ്ങനെയാണ് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. മണാലിയിലെ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാവേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.